മേക്കിൻ്റെ പ്ലാറ്റിനം പാർട്ട്ണറാണ്. പക്ഷേ നമ്മൾ കസ്റ്റമറിനോട് സത്യമായിട്ട് പറയണമല്ലോ. എയുടെ കൂടെ ഓട്ടോമേഷൻ കൂടി വരുമ്പോൾ അത് റിയലി പവർഫുൾ ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഓട്ടോമേഷൻ ടൂളുകൾക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. പണ്ടത്തേത് അപേക്ഷിച്ചിട്ട് Zapier, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എയുടെ കൂടെ മേക്ക് അതുപോലെ N8 ധാരാളം യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ. ആൻഡ് ആളുകൾക്ക് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ടൂളുകളൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്മെന്റ് ആസ് എൻ AI ഓട്ടോമേഷൻ 8+ years ഓഫ് എക്സ്പീരിയൻസ് ഞാൻ നോക്കുമ്പോൾ അഗൈൻ ഞാൻ മേക്കിൻ്റെ പ്ലാറ്റിനം പാർട്ട്ണറാണ്. പക്ഷേ നമ്മൾ കസ്റ്റമറിനോട് സത്യമായിട്ട് പറയണമല്ലോ. സോ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നമ്മൾ കമ്പനി ആദ്യമായിട്ട് നമ്മൾ ഓട്ടോമേഷൻ ഒരു കോഡിംഗ് പെർസ്പെക്റ്റീവ് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ സിമ്പിൾ ഇൻ 5 minutes എനിക്ക് ഫേസ്ബുക്ക് ഓട്ടോമേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ മേക്കാണ് ബിഗിനർ ഫ്രണ്ട്ലി. പക്ഷെ കുറച്ചും കൂടി കോഡിംഗ് സ്റ്റൈൽ അറിയുന്ന ആൾക്കാർ, കോഡിംഗ് ജാവാസ്ക്രിപ്റ്റിംഗ് പൈത്തൺ അറിയുന്നവർക്ക് N8 ഞാൻ പ്രിഫർ ചെയ്യും. ഇനി AI ഏജൻറ്റ് വരുമ്പോൾ അഗെയിൻ അവിടെ AI ഏജൻറ്റ് എന്തിനാന്ന് ചൂസ് ചെയ്യണം. ഉദാഹരണം ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ട്രാക്ക് ചെയ്ത് ഓട്ടോമേറ്റഡ് ഇമെയിലൊക്കെ അയക്കണമെങ്കിൽ മേക്ക് യൂസ് ചെയ്യാം. പക്ഷേ ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്യണം, പെട്ടെന്ന് ഒരു 10 minutes ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒക്കെ ഐ പ്രിഫർ N8. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗിനർ ഫ്രണ്ട്ലി ഈസ് മേക്ക്. പക്ഷേ കോംപ്ലക്സ് ആയ ഒരു ചാറ്റ് ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ N8 തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം.